ഞാൻ ഒരാളെ വിചാരിച്ചത് കൊണ്ട് ഒരു മാറ്റം ഇവിടെ വരാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതാരും ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ ആരും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഈ ഇൻഡസ്ട്രി ഇത്രയും ക്രോർസ് പമ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൈം ടൈമിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ നടക്കുകയാണെങ്കിൽ ഒരു 7:30 ടൈമിൽ ഒരു 10 സെക്കൻഡിന് അവർ ചാർജ് ചെയ്യുന്ന പരസ്യത്തിൻ്റെ എമൗണ്ട് അത്രയും വലുതാണ് പ്രൈം ടൈം TRP വെച്ചിട്ട്. അപ്പം അത് എത്ര സെക്കൻഡ്സാണ് അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒരു സീരിയലിൽ തന്നെ. അങ്ങനെ എത്ര ദിവസം ഡെയിലി ഈ സാധനം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബ്രാൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ സൺഫീസ്റ്റ്, ഹോർലിക്സ് പോലത്തെ ഏറ്റവും വലിയ ടോപ്പ് ബ്രാൻഡ്സ് ആണ്. അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന കാലത്ത് പോലും ഇന്നും ഈ ഇൻഡസ്ട്രിയിൽ സ്പെൻഡ് ചെയ്യാൻ ബ്രാൻഡ്സ് റെഡിയാണ്. അപ്പോൾ കൺവേർഷൻ ഇല്ലാതെ ഒരിക്കലും അവർ സ്പെൻഡ് ചെയ്യില്ല, വ്യൂവർഷിപ്പ് ഇല്ലാതെ സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടേണ്ടുന്ന ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളാരും അതിനൊരു ചർച്ചയാക്കുകയോ അല്ലെങ്കിൽ ആ ഒരു വില നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾ ഇൻഡസ്ട്രിയിൽ അത്രയും ഇത് കൊണ്ടുവരുന്നുണ്ടെന്നൊരു പ്രൗഡായിട്ടെങ്കിലും നിങ്ങൾ 10 പേരെടുത്ത് പറയണ്ടേ ആക്ച്വലി, അല്ലെങ്കിൽ അത് കാണിക്കണ്ടേ? എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പ്രൗഡ്ലി തന്നെയാണ് പറയാറ്. പക്ഷെ അല്ലാതെ ഇപ്പം ഞാൻ ഒരാളെ വിചാരിച്ചത് കൊണ്ട് ഒരു മാറ്റം ഇവിടെ വരാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഇൻഡസ്ട്രിയിലാണെങ്കിലും പല കാര്യങ്ങൾ കാണുമ്പോഴും എനിക്ക് പല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ന വ്യക്തി ഒരാളെ വിചാരിക്കുന്നിടത്ത് നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കൂട്ടത്തോടെ വിചാരിക്കണം. ആ യൂണിറ്റി എവിടെയോ ഒരു ലാക്ക് ഓഫ് യൂണിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് പുതിയ പിള്ളേർ വരട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ തലപ്പത്തേക്ക്. അപ്പോൾ മാറ്റം ജനറേഷൻ വരുമ്പോഴത്തേക്കും ആ മാറ്റം വരും, ഡെഫിനറ്റ്ലി വരും.